എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ഷൈ വേണ്ടല്ലോ. ചേച്ചി ആദ്യമായിട്ടാണ് സ്ക്രീനിൽ കാണുന്നല്ലേ സ്ക്രീനില്? അഖിൽ NRD സോഷ്യൽ മീഡിയയില് വീഡിയോസ് ചെയ്യുന്ന അഖിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വൈഫ് ബസ്സിലെ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിനക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എന്തേലും പ്രശ്നം നിങ്ങൾ തമ്മിൽ ഉണ്ടെങ്കിൽ മാന്യമായിട്ട് ഡിവോഴ്സ് മേടിച്ചിട്ട് ഇറങ്ങിപ്പോണം, അല്ലാണ്ട് തെണ്ടിത്തരം കാണിക്കരുത്. ഇത് ഒളിച്ചോടി അങ്ങ് പോവുകയും ചെയ്തു. നീ മാത്രമല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തി കൂടെ ആൾക്കാരുടെ മുന്നിൽ ഇപ്പൊ നാണം കെട്ട രീതിയിലായില്ലേ? നാട്ടുകാരൻ പറയാൻ പോകുന്നത് ഇത്രേ ഉള്ളൂ, അവനെ കൊള്ളാത്തോണ്ട് അവളെ ഇറങ്ങിപ്പോയി. ഇതിൽ കൂടുതലൊന്നും ഒരാളും പറയത്തില്ല. നാളെ ആ വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾക്കാർ ചോദിക്കും, നിന്നെ കൊള്ളാഞ്ഞിട്ടാണ് ആ പെണ്ണ് ഇറങ്ങിപ്പോയതെന്ന് പറയും. ഇതൊന്നും നമുക്ക് ആലോചിക്കണ്ടല്ലോ അല്ലെ? കുറച്ചു നേരത്തെ ഞാൻ പറയുന്നില്ല, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന സമയത്ത് പറഞ്ഞെന്ന് കേട്ടു, വേറെ കാമുകിമാരുണ്ട്, അവനെ ഒന്നിനും കൊള്ളത്തില്ല. ഒന്നിനും കൊള്ളാത്തോണ്ടായിരിക്കും ഇവളുടെ ബർത്ത്ഡേയുടെ സമയത്ത് ആ ചേട്ടൻ കാറ് വരെ മേടിച്ചു കൊടുത്തേക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. കഥ ഉണ്ടാക്കുമ്പോ ഇതുപോലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ ആൾക്കാരത് ഉൾക്കൊള്ളത്തില്ലല്ലോ അല്ലെ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളും അവന്റെ ചെലവിൽ നിന്നു, അവന്റെ ചെലവിൽ ജീവിച്ചു. എന്നിട്ട് കോളേജിൽ പോകുന്ന സമയത്ത് ബസ്സിൽ കണ്ട ഡ്രൈവറുടെ കൂടെ ഇറങ്ങി പോവാണെങ്കിൽ മാന്യമായിട്ട് ഇറങ്ങി പോണായിരുന്നു. ഇത് സ്വന്തം കുടുംബത്തിനെയും ആ അഖിൽ എന്ന് പറയുന്ന വ്യക്തിയെയും അവരുടെ കുടുംബത്തിനെയും സോഷ്യൽ മീഡിയയില് അല്ലെങ്കിൽ പബ്ലിക്കിൽ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങി പോണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? സ്വന്തം കുടുംബത്തിന് ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞല്ലോ, കയ്യിലിരിപ്പിന്റെ അങ്ങനെ തന്നെ വേണം. സ്വീകരിക്കരുത് ഇതുപോലെയുള്ളവളമാരെ ഒന്നും കുടുംബത്തിൽ പോയിട്ട് ആ നാട്ടിൽ പോലെ അടുപ്പിക്കരുത്. അങ്ങനെ വീട്ടിൽ പറഞ്ഞു ആദ്യം കുറച്ചിതൊക്കെ ഉണ്ട്, പക്ഷെ നല്ല പിന്നെ അവർക്ക് മനസ്സിലായി രണ്ടു വീട്ടുകാർക്ക് ഓക്കെ. പിന്നെ അവർ സംസാരിച്ചു. അവസാന കല്യാണത്തില് അവള് കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. ഈ പറഞ്ഞോട്ട് ഫീറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പറയേണ്ട കാര്യം ശരിയല്ല. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്, കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോ മേഘ ഇപ്പോഴത്തെ സൈഡിൽ നല്ല സ്മാർട്ട് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും കണ്ടതിന് മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് അല്ലെ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നത് കുറച്ചും കൂടെ ഒന്ന് അല്ലെ ആവാൻ പറ്റുന്നത്. ബാക്ക് സപ്പോർട്ട് കൊടുത്ത് ഇപ്പം നല്ല സപ്പോർട്ടും കൊടുത്തിട്ടുണ്ടല്ലോ. ആൾക്കാരറിയുന്ന ഒരു വ്യക്തിയാവുമ്പം എന്തായാലും സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ നെഗറ്റീവ് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ചാൻസും ആ ചേട്ടനെ ഞാൻ കാണുന്നുണ്ട്. ആഗ്രഹിച്ചതല്ല, പക്ഷെ ഒരുപാട് ആളുകൾക്ക് സംശയവും കാര്യങ്ങളും ഡൗട്ടും ഒക്കെ ഉണ്ട്. സത്യമാണോ ഓക്കെ, ശരിക്കും ഇത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കുറച്ച് ദിവസമായി ഭാര്യ പോയിട്ട് പുള്ളിക്കാരന് പോലും അറിയാൻ പാടില്ല എന്തിനാണ് അവള് പുള്ളിയെ ഇട്ടിട്ട് പോയെന്നുള്ളൊരു കാര്യം. ഓക്കെ, അത്യാവശ്യം നല്ല ഫാമിലിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. പുള്ളിക്കാരിന്റെ അമ്മ ടീച്ചറും അച്ഛൻ അഡ്വക്കേറ്റും ഒക്കെ ആയിരുന്നു. നമ്മൾ കണ്ടതാണ്. വിവാഹം അടക്കം വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള വിവാഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുള്ളിക്കാരി വിവാഹം കഴിഞ്ഞിട്ട് എന്തോ കോഴ്സ് എന്തോ പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഖിൽ ആ കോഴ്സിന് കൊണ്ട് ചേർത്തു. പുള്ളിക്കാരൻ എന്നും കൊണ്ടാക്കാനും വിളിച്ചുകൊണ്ടിരുന്നത് പറ്റില്ല. പുള്ളിക്കാരൻ അത്യാവശ്യം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ പോകുന്നതും വരുന്നതൊക്കെ ബസ്സിലാണ്. സോ ബസ്സിലെ കിളി ഉണ്ടല്ലോ, കണ്ടക്ടർ കിളി, ആ സമയം പുള്ളിക്കാരനായിട്ട് ഇഷ്ടത്തിലാവുന്നു. പുള്ളിക്കാരനായിട്ട് ഒളിച്ചോടി പോകും. വിവരം അഖിൽ അറിയുന്നു. ആദ്യം അഖിൽ പേടിച്ചു നോക്കുന്നു, ശരിക്കും പറഞ്ഞാൽ ഇനി അവളെന്തെങ്കിലും കടുത്തേക്ക് ചെയ്യുന്നു, ശരിക്കും എന്താണ് പറ്റുന്നതെന്ന് അറിയാതെ അതിന് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കംപ്ലൈന്റ് കൊടുക്കും, നമ്മളെ കാണാനില്ലെന്ന് പറഞ്ഞു. പിന്നെ തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ബ്യാഗ് കൊടുത്ത് അവനായിട്ട് പോകുന്ന കാഴ്ചയാണ്. ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾ അഖിലിന്റെ കുറച്ച് നാൾ മുമ്പത്തെ ഒരു ഇന്റർവ്യൂ നോക്കും. പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് ആ പ്രണയത്തിന് ഒരു വിലയും കൊടുക്കാതെ വേറൊരുത്തനെ കണ്ടപ്പോ അവന്റെ കൂടെ ഇറങ്ങിപ്പോയി. എന്താ മാന്യതാല്? പിന്നെ എന്തിനാ നീയൊക്കെ പ്രേമിക്കാൻ നിൽക്കുന്നേ? ആ വിളിച്ചോണ്ട് പോയ നാരയ്ക്ക് വേറെ ഭാര്യ മക്കളൊന്നും ഇല്ലല്ലോ അല്ലെ? അല്ല, പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഉള്ള എല്ലാ കേസും ഈ ഒളിച്ചോടി പോയ രണ്ടെണ്ണവും കല്യാണവും കഴിച്ചിട്ടുണ്ടാവും, മക്കളും ഉണ്ടാവും. അതുകൊണ്ട് ചോദിച്ചതാ. ഇനി ഈ അഖിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫാമിലി ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുന്നത് പോലെ
ആ മറ്റേ പരനാറിയുടെ വീട്ടുകാർ അതുപോലെ നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. ഫാമിലി വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യുക. അത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാന്യമായിട്ട് ഡിവോഴ്സ് മേടിച്ചിട്ട് ബസ്സിലെ ഡ്രൈവറുടെ കൂടെയോ കണ്ടക്ടറിന്റെ കൂടെയോ ആരേലും കൂടെ ഇറങ്ങിപ്പോ. ആർക്കും ഒരു പരാതിയും ഇല്ല. ആൾക്കാർ ഒരാളും അറിയാനും പോകുന്നില്ല. ചിലപ്പോ അറിയും ഡിവോഴ്സ് ആയി, പോട്ടെ ഡിവോഴ്സ് ആയി എന്നല്ല അറിഞ്ഞുള്ളൂ. അല്ലാണ്ട് ഭർത്താവിനെ വെച്ചിട്ട് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയി എന്നുള്ള രീതിയിൽ അറിയത്തില്ലല്ലോ. ഇത് ഇനി എത്ര നാള് കഴിഞ്ഞിട്ടായിരിക്കും ഇനി ഈ ഒരു പേര് മാറാൻ പോകുന്നേ? ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയി എന്നുള്ള പേര്. അല്ല, നിങ്ങൾക്ക് അതും ചിലപ്പോ ഒരു റീച്ച് ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. അഖിലേട്ടന്റെ കാര്യമല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കാര്യമാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഈ പണി എടുക്കത്തില്ലല്ലോ. ഇതിനെയും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോഡ് ആൾക്കാർ കാണും. അവനെ കൊള്ളാതാണ്ടായിരിക്കും ഇറങ്ങിപ്പോയത്. കാരണം എല്ലാ വീഡിയോ ചെയ്യുന്നതിന്റെ ഇടയിലും ഇതുപോലുള്ള ന്യൂസ് ഇടുന്നതിന്റെ ഇടയിലും പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ആ പെണ്ണിന്റെ ഭാഗം കൂടെ കേൾക്കണം. എന്ത് തേങ്ങാക്കൊരയാ ഇവിടെ കേൾക്കേണ്ടത്? നിങ്ങൾ അതൊന്നും പറഞ്ഞു തരണം. ഇല്ല, ഈ പെണ്ണിന്റെ ഭാഗം കൂടെ കേൾക്കണം എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുടെ അടുത്താ പറയാനുള്ളത്. എന്താണ് കേൾക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് കമന്റ് ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കമന്റ് ആയിട്ട് പറയുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ടേക്കുക. ഓക്കെ, ശരി എന്നാ. ഇതിന്റെ ബാക്കി കിട്ടുവാണെങ്കിൽ അപ്പൊ വരാം.